ശബരിമലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തു. അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. അയ്യപ്പ ജ്യോതി പ്രയാണം നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും എല്ലാം ഗ്രാമങ്ങളിലൂടെ അയ്യപ്പ ജ്യോതി ഒരു പ്രയാണം നടത്തി. ആ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ ശബരിമലയെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വന്നു. അവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തർ ഇതിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. 967 മുൻപ് ഏകദേശം 2 ലക്ഷമൊക്കെ ആയിരുന്നു അത്രേ ശബരിമലയിൽ വരുന്ന വിശ്വാസികളുടെ, ഭക്തരുടെ എണ്ണം. മുഖ്യമായും കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ 67 ഈ അയ്യപ്പ ജ്യോതി പ്രയാണത്തിലൂടെ കൈവന്ന പ്രചാരണമാണ്, പ്രശസ്തിയാണ് പിന്നീട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഭക്തജനങ്ങളെ ആകർഷിച്ചത്. ഇപ്പൊ ചില ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത് വരെ ആളുകൾ വരുന്നു എന്നല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നല്ല, ശബരിമലയെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, ശബരിമലയെ ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റിയത് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡാണ്. സഖാവ് പി കെ ചന്ദ്രാനന്ദന്റെ നേതൃത്വത്തിലാണ്. അയ്യപ്പ ജ്യോതി പ്രയാണത്തിന്റെ ചരിത്രമുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ചരിത്രത്തെ തമസ്കരിക്കാൻ പാടില്ല.